പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു. അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു മകൻ പോലും ഒരു മകൾ പോലും കർത്താവ് ലജ്ജിക്കാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിട ചൂടിയവനെ, കർത്താവേ, നിന്റെ നാം വിളിച്ചപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കള്, കർത്താവേ, ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞങ്ങൾ ആശ്വസിപ്പിക്കാൻ നടത്തിയ കർത്താവേ, എൻ്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഏത് കാര്യത്തിന് വേണ്ടിയാണോ, ഏത് കാര്യത്തിന് വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിന് കർത്താവ് ഇന്ന് രാത്രി 7 മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സാമ്പത്തിക വിഷയമാകാം, കോടതി കേസാകാം, വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കത്താകാം, അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം, അല്ലെങ്കിൽ ഒരു അനുവാദമാകാം. എന്താണ് ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? ആ തടസ്സമെല്ലാം 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഈശോ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. രോഗികൾ, പീഡിതര്, മനപ്രയാസമുള്ളവർ, കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവർ, മക്കളെ ഓർത്ത് വേദി കൊള്ളുന്നവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, കർത്താവ്, അവർക്കെല്ലാം കർത്താവേ നിന്റെ സാധ്യത നൽകിയൊരു പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവ് നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മക്കളില്ലാത്തവരെ, ഗർഭശിശുക്കൾക്ക് വൈകല്യം ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നവർ, അവിടെ വയറിൽ കർത്താവ് നീ ഇപ്പം നിന്റെ തിരുവാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ഉദരങ്ങളിൽ കർത്താവ് നിന്റെ കൈകൾ വെച്ചുകൊണ്ട് കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. പീഡിതരെ, സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, ഭീഷണിക്ക് വന്നിരിക്കുന്നവരെ, ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം കർത്താവ് അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ, അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ, കർത്താവിൻ്റെ കരുണ അവിടെ സാധിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നോട് കൊണ്ടുവന്ന് അളിച്ച കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാക്കാൻ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട്
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ നിന്നെ ആശീർവദിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധ കുർബാനയിലേക്കൊരു പ്രാർത്ഥന ആമുഖം കൈമാറുമ്പോൾ പലപ്പോഴും കർത്താവ് അവിടുത്തെ ദൈവികമായ സത്യങ്ങൾ വെളിപ്പെടുത്താൻ വൈദികരെ ഉപകരണമാക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഉൾക്കാഴ്ച, ദൈവത്തെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവഗണിക്കരുതെന്നാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, ദൈവത്തെ നമുക്ക് അവഗണിക്കാൻ പറ്റുമോ, പിന്നെ നമുക്ക് അവഗണിച്ച് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. പല നമ്മുടെ നിലപാടുകളിലൊക്കെ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം അല്ലെങ്കിൽ പ്രാധാന്യം നമ്മൾ കൊടുക്കാതെ മറ്റ് വിഷയങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. എന്താ കണ്ടത്? ജെറമ്യ കണ്ടില്ലേ? 2:13. എന്തെന്നാൽ എന്റെ ജനം രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു. അതാണ്, അത് തിന്മയാണെന്നാ പറയണത്. ദൈവത്തെ അവഗണിക്കണത് തിന്മയാണെന്നാ പറയണത്. രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. അപ്പൊ ഇതിനെ ദൈവത്തെ അവഗണിക്കണത് തിന്മ എന്നാണ് ബൈബിള് അടയാളപ്പെടുത്തുന്നത്. ഇതൊരു ഘോരമായ തിന്മയായതുകൊണ്ടാണ് ഈശോ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമ്മളോട് പ്രാർത്ഥിച്ചത്. അപ്പോൾ ദൈവത്തെ അവഗണിക്കുന്നതിൽ നിന്ന് കൂടി നമ്മളെ രക്ഷിക്കണമെന്ന് അർത്ഥം അതിനുണ്ട്. 6:13 ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എൻ്റെ ജനം 2 തെറ്റുകൾ ചെയ്തു, 2 തിന്മകൾ ചെയ്തു. ഒന്ന്, ജീവന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. പകരം ജലം സൂക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വലിയ വെളിപാടെന്താണ്? ജലം സൂക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപ സൂക്ഷിക്കുക.
അപ്പോൾ നമ്മൾ എന്തെങ്കിലും സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അത് പൊന്നോ പണമോ ആരോഗ്യമോ അതിനേക്കാളെല്ലാം ദൈവം ഉദ്ദേശിക്കുന്നത് കൃപ എന്ന് പറയുന്ന ദൈവശക്തി സൂക്ഷിക്കണമെന്നാണ്. നമ്മൾ കൃപ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശക്തി സൂക്ഷിക്കുന്നതിനാണ് ഒന്നാമത്തെ നടപടിക്രമം. എന്താണ്? ദൈവത്തെ അവഗണിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എങ്ങനെയാണ് അവഗണിക്കുന്നത്? അപ്പം നിങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ദൈവത്തെ നമ്മൾ അവഗണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ ഇപ്പം ഞായറാഴ്ച നമ്മൾ രാവിലെ തന്നെ ട്യൂഷന് പോകത്തില്ല. എന്നിട്ട് പിന്നെ വൈകുന്നേരം കുർബാന കൂടാമെന്ന് പറയും. എന്നിട്ട് ചിലർ വന്ന് കുർബാന കൂടിയതും കൂടാത്തതും കണക്കാക്കി സന്ധ്യ കുർബാനയ്ക്ക് വൈകുന്നേര കുർബാനയ്ക്ക് പുറത്തു നിന്നിട്ട് പോകും. അപ്പോൾ ഇതൊക്കെ ഫലത്തിൽ വരാൻ പോണത് അവഗണനയായിട്ടാണ് വന്നത്. ദൈവത്തെ അവഗണിക്കുന്നത് തുല്യമാണ്. കുർബാന നീ മുഴുവൻ കൂടിയ എന്നതിനേക്കാൾ ഉപരി ഒരു ബൈ ദ വെരി ആക്ട് കൊണ്ട് നീ ദൈവത്തെ അവഗണിച്ചു, അബാൻഡൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു കാരണവശാലും ഞാൻ നിന്നെ അവഗണിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹെബ്രായർ 13:5. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ വിഷയം എന്ന് പറയുന്നത്, അവിടുന്ന് അങ്ങനെ പറഞ്ഞു പോയാൽ പിന്നെ ഇത് നമ്മളിൽ നിന്നും അതുപോലെ പ്രതീക്ഷിക്കും. ഞാൻ നിന്നെ ഒരു കാരണവശാലും അവഗണിക്കത്തില്ല. അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അനുസ്യൂതമായിട്ടുള്ളതാണത്. അപ്പം അത് അനുസ്യൂനത എന്ന് വേണേൽ പറയാം. അപ്പം എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ നമ്മളിൽ നിന്നും ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു കാരണവശാലും നമ്മളും ദൈവത്തെ അവഗണിക്കരുത്. ട്യൂഷനായാലും ജോലി ആയാലും വേറെ എന്തെങ്കിലും നടപടി ആയാലും ശരി. അപ്പോൾ ചില ആൾക്കാർ ഒരു കോംപ്രമൈസും ചെയ്യത്തില്ലല്ല. കുർബാനയുടെ കാര്യത്തിലായാലും കുടുംബ പ്രാർത്ഥനയുടെ കാര്യത്തിലായാലും ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല. കുടുംബ പ്രാർത്ഥനകളിലൂടെയാണ് ആദ്യത്തെ അവഗണന വരാൻ പോണത്. പതുക്കെ അത് കുർബാനയിലേക്ക് കയറി പിടിക്കും. പിന്നെ കുർബാനയിൽ നിന്നും കുടുംബ പ്രാർത്ഥനയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ആധ്യാത്മിക ജീവിതത്തിന് പ്രവർത്തിക്കുന്ന ദൈവാത്മാവിനെ അവഗണിക്കും. അങ്ങനെ പതുക്കെ അവഗണിച്ച് പോകും. പക്ഷേ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കാരണവശാലും ഞാൻ നിങ്ങളെ അവഗണിക്കത്തില്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും എന്നെ അവഗണിക്കരുതെന്ന് തന്നെയാണ് ഓരോ വചനത്തിനും ദൈവത്തിൻ്റെ ഒരു ഉൾവചനം എന്ന് പറയണത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തെ അവഗണിക്കുന്ന അനുസരിച്ച് കൊണ്ട് ദൈവത്തിൻ്റെ അവഗണന നമുക്ക് ദൈവം അവഗണിക്കത്തില്ലെങ്കിൽ പോലും നമുക്ക് ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം അനുഭവവേദ്യമല്ലാതായി വരുന്ന ഒരു അവസ്ഥ വരും. എന്ന് വെച്ചാൽ ഫലത്തിൽ അവഗണിച്ച പോലെയാവും. ദൈവം അവഗണിക്കുന്നില്ല, ദൈവം പരിഗണിക്കുന്നുണ്ട്, പക്ഷെ നമുക്കത് മനസ്സാവാത്ത, അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇങ്ങനെ ഒരു അരാജകത്വം പിടിച്ച അവസ്ഥയിലാണെങ്കിൽ നിനക്ക് ഈ നോൻപ് കാലത്ത് തിരിച്ചു നടക്കാനും അനുദപിക്കാനും സമയമായി. പക്ഷേ അപ്പോൾ എൻ്റെ അമ്മ ഞങ്ങളുടെ അടുത്ത്, ഞങ്ങൾ തിരുവല്ലയിലുള്ള അടുത്തു നിന്നുള്ള കുറച്ച് ചേച്ചിമാർ ഇവിടെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ അമ്മ ഇവിടെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഇതിനിടയ്ക്കാണ് ഹസ്ബൻഡിന് ഈ പ്രശ്നം അറിഞ്ഞത്. അപ്പോൾ അമ്മ ഇവിടെ വന്നു. എൻ്റെ അമ്മയുടെ പേര് ലില്ലുക്കുട്ടി എന്നാണ്. അമ്മ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അപ്പം ഹസ്ബൻഡിനും മാതാവിനോട് ഭയങ്കര വിശ്വാസമാണ്. അപ്പം ഇത് മാറ്റിത്തരുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ ഒരു ദിവസം ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും ഒന്നിച്ചിവിടെ വന്നു. അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ തലയിൽ കൈപിടിച്ച് പ്രാർത്ഥിച്ചു. ഇങ്ങനെ പറഞ്ഞു, തൊണ്ടയ്ക്കും മൂക്കിലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് ഈ മോനെ തയ്യാറാക്കണം എന്നുള്ള രീതിയിൽ മാതാവിനോട് പറഞ്ഞു.
അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ ഡോക്ടർ പറഞ്ഞു അവിടെ ചെന്ന് കീമോയും റേഡിയേഷൻ എല്ലാം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ പെറ്റ് സ്കാൻ എടുത്തു. ഇതിനിടയ്ക്ക് വേറെ വയറ്റിലൊക്കെ സ്കാനിങ് ചെയ്ത് നോക്കി വേറെ എവിടെയെങ്കിലും ഉണ്ടോ, ഇത് സ്പ്രെഡ് ഇനി ആയിട്ടുണ്ടോ, അത് ഉള്ളത് എങ്ങനെയാണ് മാറിയോ എന്നൊക്കെ അറിയാൻ വേണ്ടി സ്കാൻ ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ഈ ഫെബ്രുവരി ആദ്യം സ്കാൻ ചെയ്തപ്പോഴത്തേക്കും ഡോക്ടർ പറയുന്നു ഉണ്ടായിരുന്നത് മുഴുവൻ മാറിയിരിക്കുന്നു, പിന്നെ ഇനി പുതിയതായിട്ടൊന്നും വേറെ ഒരിടത്തും സ്പ്രെഡായിട്ടില്ല. അവർ പറഞ്ഞു അവർ ഒരുപാട് കഷ്ടപ്പെട്ടു, പക്ഷെ അവർ കഷ്ടപ്പെട്ടതിലും കൂടുതൽ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ അമ്മയ്ക്കും നല്ല വിശ്വാസമുണ്ട്. ഞങ്ങളിവിടെ വന്ന് നമ്മുടെ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹഫലമായിട്ടാണ് ഈ സൗഖ്യം കിട്ടിയിരിക്കുന്നത്. കാരണം ഡോക്ടർ പറഞ്ഞിരുന്നു ഈ ലങ്സിലായതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല, കാരണം കീമോയും റേഡിയേഷനും ലങ്സിലായതുകൊണ്ട് നമുക്കൊന്നും ആ ഭാഗത്തേക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ കൊടുക്കുന്ന മരുന്നിൽ കുറച്ച് മാത്രമൊക്കെ അവിടേക്ക് കിട്ടത്തുള്ളൂ, ബാക്കി രണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ വന്ന് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അത് ഞങ്ങൾക്ക് സൗഖ്യമായി കിട്ടിയിരിക്കുന്നത്. ഇപ്പം ഈ സൗഖ്യം കിട്ടിയപ്പം അമ്മ വീണ്ടും ഇവിടെ വന്ന് ഇപ്പോൾ 3 പ്രാവശ്യം അമ്മ പുതുക്കാൻ വന്നു. അപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പം ഹസ്ബൻഡ് പറഞ്ഞിരുന്നു എനിക്ക് ഈ അസുഖം ആണെങ്കിലും ഞാൻ വീട്ടിലിരിക്കത്തില്ല, എനിക്കിത് കുറഞ്ഞാലും കുറഞ്ഞില്ലെങ്കിലും എനിക്ക് തിരിച്ചു പോകണം, ഷാർജയിൽ ജോലിക്ക് എനിക്ക് പോകണം, ഞാൻ അസുഖക്കാരനാണെന്നും പറഞ്ഞ് എനിക്ക് വീട്ടിലിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല, എനിക്കങ്ങനെ രോഗിയാണെന്നും പറഞ്ഞ് എന്നെ ആരും കാണുന്നത് ഇഷ്ടമല്ല, എനിക്ക് ജോലിക്ക് പോകണം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് 35 വയസ്സേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇത് അസുഖം മാറിയില്ലെങ്കിലും ഞാൻ പോകുമെന്ന് മുന്നേ പറഞ്ഞു, അതല്ലെങ്കിൽ ഞാൻ എന്നെ ആത്മഹത്യ ചെയ്യും അസുഖം മാറിയില്ലെങ്കിലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇത് നല്ലതിനാണെങ്കിൽ നീ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇഷ്ടം അനുസരിച്ച് ജോലിക്ക് അവിടെ വിടണേന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ ഡിസംബർ കൊണ്ട് നേരത്തെ ജോബ് വിസ തീർന്നിരുന്നു. എൻ്റെ അമ്മ കൂടുതലായി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് വിസ പുതിയത് അയച്ചു കൊടുത്തു. വിസിറ്റിംഗ് വിസ വന്നു. മാർച്ച് 10-ാം തീയതി എൻ്റെ ഹസ്ബൻഡ് തിരിച്ചു പോവുകയാണ് ജോലിക്ക്. എല്ലാ അസുഖങ്ങളും ഇപ്പോൾ ഒന്നുമില്ല, അസുഖങ്ങളെല്ലാം മാറി. പിന്നെ ഇച്ചിരി ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ എല്ലാം കുറച്ച് ക്ഷീണമുണ്ട്, അത് മൊത്തം എൻ്റെ മാതാവ് തീർത്തും മാറ്റി തരുമെന്നുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. പിന്നെ എൻ്റെ മൂന്നാമത് എനിക്ക് കിട്ടിയ അനുഗ്രഹം, എൻ്റെ അമ്മ ഇവിടെ വന്ന് എൻ്റെ അനിയത്തിയുടെ വീട് പണി, അവരുടെ വീട് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞാണ് അവർ താമസിച്ചുകൊണ്ടിരുന്ന വീട്, അത് എപ്പോൾ വേണേലും താഴെ വീഴാവുന്ന രീതിയിൽ അടർന്നിരിക്കുവാണ്. അപ്പം ഞങ്ങൾക്ക് ഓരോ ദിവസവും പേടിയായിരുന്നു, ഈ മഴയും ഈ കാറ്റും ഒക്കെ വരുമ്പോൾ ഇത് മൊത്തം ഇടിഞ്ഞ് താഴെ വീണാൽ അച്ഛനും അതായത് അവളുടെ അമ്മായിച്ചനും അമ്മായിയമ്മയും എല്ലാവരും താമസിക്കുന്നുണ്ട്. ഇവൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, ചെറുത്, ഇവളും താമസിക്കുന്നു. ഇത് എപ്പോഴെങ്കിലും ഇടിഞ്ഞ് വീഴുമോ, ഇവർ ഉറങ്ങുമ്പോഴോ വീണ് കഴിഞ്ഞാൽ ഇവർക്ക് അപകടം പറ്റുമല്ലോ. അപ്പോൾ എന്നും ഞങ്ങൾക്കൊരു പേടി സ്വപ്നമായിരുന്നു. അപ്പോൾ എത്രയും അവൾക്ക് വേറൊരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ആ സ്ഥലത്ത് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കുറേ ബുദ്ധിമുട്ടി നടന്നെങ്കിലും എല്ലാം റെഡിയാക്കി കൊടുത്ത് അവിടെ സ്ഥലം മേടിച്ചതെടുത്ത് ഇവർ പെര വെച്ച് ഇപ്പോൾ വാർക്ക വരെ കഴിഞ്ഞിട്ടുണ്ട്. അതും പെട്ടെന്ന് തന്നെ തീർത്ത് തരണമെന്ന് നമ്മൾ മാതാവിനോട് പ്രാർത്ഥിച്ചു അവർക്ക് അങ്ങോട്ടേക്ക് മാറാൻ. ഈ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഈ 3 അനുഗ്രഹങ്ങളും തന്ന മാതാവിനും ദൈവത്തിനും 1000 നന്ദികൾ അർപ്പിക്കുന്നു. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് കാണിച്ച ഡോക്ടർ പറഞ്ഞിരുന്നത് എൻ്റെ ഹസ്ബൻഡിന് ഈ മൂക്കിനും തൊണ്ടയ്ക്കും ഓൾറെഡി ഇത് 1 വർഷമായി തുടങ്ങിയിട്ട്, പക്ഷെ അറിഞ്ഞത് നമ്മൾ ജൂണിലായതുകൊണ്ട് തന്നെ ഈ 1 വർഷം കഴിഞ്ഞറിഞ്ഞതുകൊണ്ട് ഒരു 2nd സ്റ്റേജിൽ ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പം ലെങ്സിൻ്റെ ഭാഗമായപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് 4th സ്റ്റേജാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും ഇതിന് പറയാൻ പറ്റത്തില്ല ലെങ്സിലായതുകൊണ്ട്. അപ്പോൾ 4th സ്റ്റേജ് ആയിരുന്നിടത്തു നിന്നാണ് മാതാവ് നമുക്ക് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഈ അസുഖം മാറ്റി ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന മാതാവിന് 1000 നന്ദികൾ അർപ്പിക്കുന്നു ഞങ്ങൾ. എൻ്റെ പേര് ടീന തോമസ്. ഞാൻ കോട്ടയം ജില്ലയിലെ മോനിപ്പള്ളി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ നവംബർ 6-ാം തീയതിയാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. ഞാൻ ഒരു കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ 2022 പാസ് ഔട്ട് ആയത്. ഞാൻ 2022 ജനുവരിയിൽ ഒരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടിയിരുന്നു. ജൂലൈ മാസത്തിൽ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആയി. ജൂലൈ അവസാനം കമ്പനിയിൽ നിന്ന് ഒരു മീറ്റിംഗ് വെച്ചിരുന്നു. അന്ന് അവർ പറഞ്ഞത് സെപ്റ്റംബർ നവംബർ മാസത്തിനുള്ളിൽ ഞങ്ങളെ ജോയിനിങ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ സെപ്റ്റംബർ മാസത്തിലെ ആദ്യ സമയത്ത് അവരുടെ ഭാഗത്തു നിന്നൊരു മെസ്സേജ് വന്നു, അവർ ജോയിനിങ് ജനുവരി അവസാനത്തേക്ക് മാറ്റി വെക്കുകയാണെന്നും വേറെ കമ്പനിയിൽ ജോലി കിട്ടിയവർക്ക് അങ്ങോട്ട് പോകാമെന്നുമായിരുന്നു പറഞ്ഞിരുന്നത്.
അന്ന് തൊട്ട് ഞാൻ നൗകരിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് റിപ്ലൈ മെയിൽ ഒന്നും വരുന്നില്ലായിരുന്നു. ഞാനാണെങ്കിൽ നവംബർ 6-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് റിപ്ലൈ മെയിലുകൾ വന്നു തുടങ്ങി. ഞാൻ 2-3 സ്ക്രീനിങ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിരുന്നു, അതായത് ആപ്റ്റിറ്റ്യൂഡ് അങ്ങനെയുള്ള എക്സാമുകളൊക്കെ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കമ്പനിയിൽ നിന്ന് കോൾ വന്നിരുന്നു, ഒരു സ്ക്രീനിങ് ടെസ്റ്റ് പാസ്സായി, അതിൻ്റെ ഇൻ്റർവ്യൂ അടുത്ത ദിവസം നടത്തണം. അത് 3 മണിക്കൂറാണ്, 1.5 മണിക്കൂർ വെച്ച് 2 ടെക്നിക്കൽ റൗണ്ട്. ഞാനാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് പറ്റുന്ന പോലെ പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കാശ് രൂപവും കഴുത്തിലിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് വളരെ ബുദ്ധിമുട്ടുള്ള, ഭയങ്കര പാടായിരുന്നു എനിക്ക്. ഞാൻ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതെനിക്ക് കിട്ടാൻ പോകുന്നില്ല. മാതാവിൻ്റെ കാരുണ്യം ഉണ്ടെങ്കിൽ, കൃപ ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് കിട്ടും. 2ാമത്തെ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. അതിൽ ഒരു സബ്ജക്റ്റ്, എൻ്റെ സെമസ്റ്ററിൽ പഠിപ്പിച്ച ഒരു സബ്ജക്റ്റ് ചോദിച്ചിരുന്നു. ഞാനത് ഒട്ടും തന്നെ പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ അതുപോലെ തന്നെ അത് പ്രിപ്പയർ ചെയ്തില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് ഞാൻ ഇൻ്റർവ്യൂ അവർ മുമ്പോട്ട് പോയി. ഇൻ്റർവ്യൂ കഴിഞ്ഞു. പിറ്റേ ദിവസം തന്നെ എനിക്ക് അവരുടെ സൈഡിൽ നിന്ന് കോൾ വന്നു, അടുത്ത റൗണ്ടിന് വേണ്ടിയിട്ട് എന്നെ സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. എനിക്ക് മാനേജർ റൗണ്ട് നടത്തി. തിങ്കളാഴ്ച, അത് കഴിഞ്ഞിട്ടുള്ള ഡിസംബർ 5-ാം തീയതി തിങ്കളാഴ്ചയാണ് അവർ റിസൾട്ട് പറയുമെന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ തിങ്കളാഴ്ച എനിക്ക് റിസൾട്ടൊന്നും വന്നില്ല. ചൊവ്വാഴ്ച ഡിസംബർ 6-ാം തീയതി ഞാൻ കൃപാസനത്തിൽ വന്ന് ഇവിടെ വന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെയിൽ വന്നിരുന്നു. അത് വേറൊരു പൊസിഷനിലോട്ട് അപ്ലൈ ചെയ്യുന്ന മാതിരിയായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഞാൻ കരുതി അതെനിക്ക് കിട്ടിയില്ല, വേറൊരു പൊസിഷനിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കുന്നു കരുതി. എന്നാൽ ഞാൻ വൈകിട്ട് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ തന്നെ അവിടുന്ന് കോള് വരികയും ആ പൊസിഷനിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക, എന്നാൽ ഓഫർ ലെറ്റർ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഡിസംബർ 7-ാം തീയതി തന്നെ അവർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആദ്യം പറഞ്ഞിരുന്നത് ഡിസംബർ 12-ന് ജോയിൻ ചെയ്യണമെന്നായിരുന്നു. പിന്നെ 7-ാം തീയതി വിളിച്ചിട്ട് പറഞ്ഞു അവർ ജോയിനിങ് ഒന്ന് ചേഞ്ച് ചെയ്യുവാണ്, ജനുവരിയിലോട്ട് ആക്കുവാണെന്ന് പറഞ്ഞു. ഞാൻ മാതാവിൻ്റെ അടുത്ത് ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. ഡിസംബർ 25-ആയിരുന്നു ഞാൻ ഡേറ്റ് വെച്ചിരുന്നത്. 25-ന് മുമ്പായിട്ട് ഒന്നെങ്കിൽ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടണം, അല്ലെങ്കിൽ ഡിസംബർ 30-ന് മുമ്പായിട്ട് എനിക്ക് ജോയിനിങ് ചെയ്യാൻ പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് എനിക്ക് ലഭിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞ് ഡിസംബർ 10-ാം തീയതി എനിക്ക് അവരുടെ അടുത്ത് നിന്ന് കോൾ വന്നു. അവർ കമ്പനിയുമായിട്ട് ഒന്നുകൂടി ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഡിസംബർ 19-ന് തന്നെ ജോയിനിങ് വയ്ക്കാൻ തീരുമാനിച്ചു. ഓഫർ ലെറ്റർ ഇപ്പം തന്നെ അയക്കാമെന്ന് പറഞ്ഞ് അവർ എനിക്ക് ഓഫർ ലെറ്റർ അയച്ചു. ഞാൻ ആഗ്രഹിച്ചിരുന്നതിലും ഇരട്ടിയിലും അധികമായ ഒരു സാലറി പാക്കേജ് തന്നാണ് അവരെന്നെ ജോയിനിങ് ഡേറ്റ് എനിക്ക് ഓഫർ ലെറ്റർ തന്നത്. ഡിസംബർ 19-ന് ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്തു. ആദ്യമായിട്ടാണ് ഒരു ക്രിസ്മസ് ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അതും കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഞാൻ പുറത്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഭയങ്കര സങ്കടമായിരുന്നു, ക്രിസ്മസ് ഇവിടെ ആഘോഷിക്കാൻ പറ്റിയിരുന്നെങ്കിലും ഓർത്ത്. അവർ HR വിളിച്ച സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു, ഡിസംബർ 25-ന് ക്രിസ്മസ് എനിക്കിവിടെ ആഘോഷിക്കാൻ പറ്റുമോ, അത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്താൽ മതിയായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. പക്ഷേ അവർ പറഞ്ഞത് ഇമ്മീഡിയറ്റ് ജോയിനിങ് ആണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ജോയിനിങ് ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ ജോയിനിങ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് എൻ്റെ മാനേജറിൻ്റെ അടുത്ത് ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നുകൂടി ചുമ്മാ ഒന്ന് ചോദിച്ചു നോക്കിയതാണ്. മാനേജർ സമ്മതിച്ചു. പിന്നീട് അന്ന് തന്നെ ഞാൻ നാട്ടിലോട്ട് തിരിച്ചു കയറി പോന്നു. വർക്ക് ഫ്രം ഹോം എടുത്തിട്ട് നാട്ടിലോട്ട് തിരിച്ചു കയറി പോന്നു. ജനുവരി 2-നാണ് ഞാൻ തിരിച്ചു ചെല്ലുന്നത്. അവിടെ ഞാൻ പെയിൻ ഗസ്റ്റായിട്ട് താമസിക്കുമായിരുന്നു. അവിടെ റൂമിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. 2 ആഴ്ച തന്നെ അവരെന്നെ 3 തവണ റൂം മാറ്റിച്ചു. ഞാൻ എന്നിട്ട് മാതാവിൻ്റെ അടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ ഒരു നല്ല റൂം വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേന്ന് തന്നെ എനിക്ക് മാതാവാണെങ്കിൽ 4 ഷെയറിങ്ങിൻ്റെ ഒരു റൂം 3 ഷെയറിങ് ആക്കിയത് നല്ല അത്യാവശ്യം സൗകര്യമുള്ള ഒരു റൂം തന്നെ എനിക്ക് മാതാവ് ശരിയാക്കി തന്നു. പിന്നീട് എനിക്ക് പറയാനുള്ളത് ഉടമ്പടി തൈലം ഉപയോഗിച്ച് എനിക്ക് സൗഖ്യം കിട്ടിയതിൻ്റെ കാര്യമാണ്. എനിക്ക് നടുവേദന ജോയിൻ ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ എനിക്ക് നടുവേദന തുടങ്ങിയിരുന്നു. 2-3 ദിവസമായിട്ട് നടുവേദന ഉണ്ടായിരുന്നു, മാറുന്നില്ലായിരുന്നു. ഞാൻ ഉടമ്പടി പ്രാർത്ഥന തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടി പിറ്റേ ദിവസം തന്നെ എനിക്ക് രോഗസൗഖ്യം കിട്ടി. പിന്നെ എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തൊട്ട് ചെറുതായിട്ട് തണുപ്പടിക്കുമ്പോൾ ജലദോഷവും ഡസ്റ്റ് അലർജിയും ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഡിസംബർ ജനുവരി സമയത്ത് ബാംഗ്ലൂർ നല്ല തണുപ്പാണ്. അപ്പം എനിക്ക് അതോർത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാനിപ്പം മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ ഉടമ്പടി തൈലം പുരട്ടുകയും വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കഴിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ ബാംഗ്ലൂരിൽ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ചതിന് മാതാവിന് തിരുകുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ലിജി. ഞാൻ മംഗലാപുരത്ത് ബെൽത്തങ്ങാടി രൂപതയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത്
ജൂലൈ 5-ാം തീയതി 2022 ഞാൻ ഉടമ്പടി എടുക്കാൻ ഒന്നാമതായിട്ട് കാരണം എൻ്റെ മകന് അവനിപ്പോൾ 6 വയസ്സ് കഴിഞ്ഞു. 2 വയസ്സുള്ളപ്പോൾ അവന് ഫ്രോണ്ടൽ ലോബ് എപ്പിലെപ്സി എന്ന് പറയുക, അതായത് ഫിറ്റ്സ് വന്നു. അങ്ങനെ അവന് ഒരു ദിവസം തന്നെ ഒരു 10-15 പ്രാവശ്യമെങ്കിലും ഈ എപ്പിസോഡ്സ് വരും. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പം ഇങ്ങനെ ഡോക്ടർ സസ്പെക്റ്റ് ചെയ്തു ഇത് ഫ്രോണ്ടൽ ലോബ് എപ്പിലെപ്സിയാണ്. പക്ഷേ അവന് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഡോസാണ് ഡോക്ടർ കൊടുത്തത്.